ഹായ്, ഇന്ന് നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം എണ്ണ വേണം. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ഇഞ്ചിക്കറിക്ക് വേണ്ടി ഞാനിവിടെ 1/2 കിലോ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ കഴുകി വൃത്തിയാക്കി ഇതേ പാകത്തിന് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. കുറച്ച് സമയം എടുക്കും ഇത് വറുത്തെടുക്കാൻ വേണ്ടി. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കിടന്ന് മൂക്കട്ടെ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവണയിടം വരെ നമ്മളിങ്ങനെ മൂപ്പിക്കണം. ഇപ്പോൾ ഇത് പകുതി മൂപ്പായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ മൂക്കണം. ഇപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്താണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിക്കണം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഞാനിത് പകുതിയേ ഇടുന്നുള്ളൂ. എരിവ് വേണമെന്നുള്ളവർക്ക് ഇത് മുഴുവൻ ഇടാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. പുളിയുടെയും മുളക് പൊടിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഇത് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കണം. ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അതിനെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ 1/2 കിലോ ഇഞ്ചി എടുത്തതാണ്. അത് വറുത്ത് വന്നപ്പം ഇത്രയേ ഉള്ളൂ. നമുക്കിത് പൊടിച്ചുകൊണ്ട് വരാം. ഇപ്പോൾ നമ്മൾ ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇടാം. ഇനി ഇതിലേക്ക് ഒരു 150 ഗ്രാം ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, തന്നെ അലുത്തോളും. ഇപ്പം നമ്മുടെ ശർക്കര അലുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വറുത്ത എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഒരു 3 പച്ചമുളക് കീറിയത്, കുറച്ച് കരിവേപ്പില, ഒരു 4 ഉണക്കമുളക്, ഇതെല്ലാം കൂടി ഇടാം. ഇനി ഇതൊന്ന് മൂപ്പിക്കണം. നമുക്ക് ഈ കടുക് വറുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയണം. മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.